ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFA എക്സാമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ജോബ് പ്രൊഫൈൽ അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ VFA നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 10th ലെവൽ കോമൺ പ്രിലിംസ് വരുമ്പോൾ VFAക്ക് എന്തില്ല, നമുക്ക് പ്രിലിംസ് ഇല്ല, ഒരൊറ്റ മെയിൻസ് എക്സാം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലെ VFAയുടെ കേസിൽ. അപ്പോൾ VFAയുടെ എക്സാം, അതായത് 1080 ഡേയ്സ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 1080 നമുക്കറിയാം PSCയുടെ ആനുവൽ എക്സാം കലണ്ടർ വന്നിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനേക്കാൾ മുമ്പ് നടക്കാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം PSCയുടെ എക്സാം കലണ്ടർ പ്രകാരം നിങ്ങൾ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VFAയുടെ എക്സാം നിങ്ങൾക്ക് വരുന്നത്, VFAയുടെ നമുക്കറിയാം പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ VFAയുടെ എക്സാം നിങ്ങൾക്ക് വരുന്നത് സെപ്റ്റംബർ ടു നവംബർ മാസങ്ങളിലാണ് VFAയുടെ എക്സാം നടക്കാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് PSCയുടെ ടെന്റേറ്റീവ് എക്സാം കലണ്ടർ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് നടക്കാനായിട്ട് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കലണ്ടർ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കറിയാം നവംബർ വരെയുള്ള പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നവംബർ വരെയുള്ള പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നവംബർ വരെ നീണ്ടു പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് പലർക്കും ഒരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു PSCയുടെ എക്സാം, VFAയുടെ എക്സാം നവംബർ വരെ പോകുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ എന്ന് നടക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇനി അതുപോലെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് PSCയുടെ ഒരു ഒഫീഷ്യൽ എക്സാം കലണ്ടർ ആണോ? അല്ല, ജസ്റ്റ് സാധ്യതാ ഡേറ്റുകളാണ്. ഏകദേശം ഈ ഒരു ടൈം പീരീഡ് എന്നുള്ളതാണ് കൂടുതലായിട്ട് അവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ, അതായത് പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുന്നേ, അതായത് ഇവിടെ സെപ്റ്റംബർ ടു നവംബർ എന്ന് പറയുമ്പോൾ ഈ സെപ്റ്റംബറിന് മുൻപായിട്ട് നടക്കാനുള്ള സാധ്യത ഉണ്ടോ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് VFAയുടെ മിക്ക ജില്ലകളിലും നെക്സ്റ്റ് റിസൾട്ട്, അതായത് അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണോ അതിനനുസരിച്ചാണ് എക്സാമിൽ നടക്കാനുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അറിയാനായിട്ട് പറ്റും അല്ലെ. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ നടന്ന എക്സാമിന്റെ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നോക്കാം. അതായത് ആലപ്പുഴ ജില്ലയൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ മാസം, അല്ലെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഈ വർഷം നവംബർ വരെ മാത്രമേ വരുന്നുള്ളൂ. 2026 നവംബർ വരെ മാത്രമാണ് ആലപ്പുഴ ജില്ലയിലെ നിലവിലെ VFA റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസമാണ് പൊതുവെ VFAയുടെ എക്സാം എന്ത് ചെയ്യാറുള്ളത്, അടുത്ത റാങ്ക് ലിസ്റ്റ് വരാറുള്ളത് അല്ലെ. അപ്പൊ നിലവിലെ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22/11/2026 കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആലപ്പുഴയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതാണ്. അതായത് 2026 നവംബർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ എക്സാം കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നവംബർ വരെ എക്സാം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം പല ജില്ലകളിലും നവംബർ ആകുമ്പോഴത്തേക്ക് തന്നെ എന്ത് വരേണ്ടതായിട്ടുണ്ട്, ഈ പറയുന്ന പോലെ പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. നമുക്ക് 1 by 1 നോക്കാം. പത്തനംതിട്ടയും അതുപോലെ വയനാടും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ വർഷം അവസാനം, അതായത് ഡിസംബർ ആകുമ്പോഴത്തേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ. തൃശ്ശൂരും ഡിസംബർ ആകുമ്പോൾ എന്ത് ചെയ്യണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. കോഴിക്കോട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അതായത് ഈ എറണാകുളം വരെയുള്ള ജില്ലകളിൽ 2026 അവസാനത്തോടു കൂടി എന്ത് ചെയ്തിരിക്കണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ PSCയുടെ ഒരു കാലതാമസം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന പോലെ സെപ്റ്റംബർ ടു നവംബർ എന്നത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നവംബറിൽ ഒരിക്കലും എക്സാം നടന്ന് എന്ത് ചെയ്യില്ല, റാങ്ക് ലിസ്റ്റ് വരില്ല. അതുപോലെ ഒക്ടോബറിൽ നടന്നാലും നവംബറിലേക്ക് റാങ്ക് ലിസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഈ എക്സാം കലണ്ടർ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സെപ്റ്റംബർ വിട്ട് മുന്നോട്ട് ഈ ഒരു എക്സാം ഡേറ്റ് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് എന്നുള്ള കാര്യം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെ. അപ്പൊ എക്സാം കലണ്ടറിൽ നിങ്ങൾ നവംബർ എന്ന് കണ്ടതുകൊണ്ട് ഈ എക്സാം ഒരു കാരണവശാലും നവംബർ വരെ നീണ്ടു പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിലവിൽ വളരെ കുറവാണ് അല്ലെ. മാക്സിമം ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. സെപ്റ്റംബറിന് അപ്പുറത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യത നിലവിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നതായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നവംബറിൽ എക്സാം നടത്തി ഒരിക്കലും നവംബറിൽ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ നവംബർ എന്ന എക്സാം കലണ്ടറിൽ കണ്ടതുകൊണ്ട് എല്ലാവരും ഈ അവസാന ടൈം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരാളും ഇരിക്കരുത്. നമ്മൾ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെപ്റ്റംബർ. പരമാവധി സെപ്റ്റംബറിൽ എന്ത് ചെയ്തിരിക്കും, എക്സാം നടന്നിരിക്കും എന്നുള്ള കാര്യം തന്നെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അതിൽ കുറച്ച് മുൻപോട്ട് ആകാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ, ഒരിക്കലും നീണ്ടു പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിലവിലെ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ VFAയുടെ കേസിൽ വളരെ കുറവാണ്. ഇപ്പൊ കോട്ടയം പാലക്കാടൊക്കെ നോക്കിയാൽ നമുക്കറിയാം മലപ്പുറം കാസർഗോഡൊക്കെ ജനുവരി 4, 2027 ജനുവരി 1 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അതുപോലെ കൊല്ലം, കണ്ണൂർ, ഇടുക്കി ഇതെല്ലാം നോക്കിയാൽ മാക്സിമം എന്താണ്, തിരുവനന്തപുരത്താണ് ഏറ്റവും അവസാനം വരേണ്ടത്. എന്നാലും ഫെബ്രുവരിക്ക് അപ്പുറത്തേക്ക് നീണ്ടു പോകുന്നില്ല. അപ്പൊ ആ ഒരു ടൈം പീരീഡിലേക്ക് ഈ ജില്ലകളിലെല്ലാം റാങ്ക് ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എക്സാം ഒരിക്കലും നവംബർ വരെ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റുമോ? ഇല്ല. സോ നവംബറിലേക്ക് എക്സാം നടക്കുമെന്നുള്ള സിറ്റുവേഷൻ നിലവിൽ നമുക്ക് VFAയുടെ കേസിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. അതിന് മുൻപേ നടക്കാം. ഞാൻ പറഞ്ഞില്ലേ, ടെന്റേറ്റീവ് എക്സാം കലണ്ടർ നോക്കുമ്പോൾ സെപ്റ്റംബർ കാണുന്നുണ്ട്. സെപ്റ്റംബർ വരെ മാക്സിമം നീണ്ടു പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, VFAയുടെ എക്സാം നിങ്ങൾക്ക് വരുന്നുള്ളൂ അല്ലെ. അതിന് കുറച്ച് മുന്നോട്ടേക്ക് ആകാനുള്ള പോസിബിലിറ്റി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് VFAയുടെ എക്സാമിന് വേണ്ടിയിട്ട്
നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പം എന്താ ഏപ്രിൽ ആയി കഴിഞ്ഞു, ഇത്രയും നമുക്കറിയാം LD സെയിം സിലബസ് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്നില്ല, പ്രിലിംസ് നമുക്ക് വരുന്നില്ല. അപ്പൊ ഈ ഒരു ടൈം പീരീഡിനകത്ത് ഇനി ഇപ്പം നല്ലോണം പഠിച്ചാൽ തന്നെ നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് പേര് വന്നു എന്നുള്ളത് കൊണ്ട് കിട്ടേണ്ട ഒരു ജോലി അല്ല VFA എന്ന് പറയുന്നത് അല്ലെ. LD ഒക്കെ പോലെ അല്ലെങ്കിൽ LGS പോലെ ഒരുപാട് വലിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്നും ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വരുന്നതിൽ മെജോറിറ്റി ആളുകൾക്ക് നിയമനം ലഭിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒത്തിരി പേര് ജസ്റ്റ് ഒരു ആവറേജ് ലെവലിൽ പഠിച്ച് മാത്രം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മൾ പറയുന്നില്ല. സോ എക്സ്ട്രാ പ്രിപ്പറേഷൻ ആവശ്യമാണ്. മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കേണ്ടത് VFAക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ്. ഇനിയും ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് ഈ പറയുന്ന പോലെ വളരെ കുറച്ച് മാസങ്ങളെ വരുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ടൈം നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ഈ ഒരു പോയിന്റ് മുതൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം സിലബസ് കവർ ചെയ്തിട്ട് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോടൊപ്പം എത്തി നമുക്ക് ഈ പറഞ്ഞ ജോലി ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ജോബ് പ്രൊഫൈൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ 10th ലെവലൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റൊരു ജോലികളെക്കാൾ എല്ലാം ഒരു പടി മുകളിൽ നിൽക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ജോലിയാണ് VFA എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു ജോലി തന്നെയാണ്. സോ ഇനി അങ്ങോട്ടുള്ള ലിമിറ്റഡ് ടൈമിൽ ഈ VFA അടക്കമുള്ള എക്സാംസിന് മെയിൻസിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മളിവിടെ ASLB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ ഓരോ ദിവസവും എന്ത് പഠിക്കണം, എത്ര നേരം പഠിക്കണം, ഇതിന്റെ ഒന്നും കൺസേൺസിന് ആവശ്യമില്ല. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിന്റെ ക്ലാസ് നോട്ട്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലർ ബേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമുക്ക് PYQ ബേസ്ഡ് റിവിഷൻസും പാരലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഓക്കെ, സോ വെറുതെ പഠിച്ചു പോകാന്നുള്ള മാത്രമല്ല, പഠിക്കുന്ന ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ റിവിഷനിലൂടെ മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകും. സോ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ എക്സ്ട്രാ പ്രിപ്പറേഷൻ വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഈ മോക്ക് ടെസ്റ്റുകളും റിവിഷൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങി കിട്ടുന്നതായിരിക്കും. ആൻഡ് വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമ്മുടെ SCRT പുതിയ SCRT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിന്റെ വലിയൊരു സോഴ്സ് ആയിരിക്കും. സോ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് കറന്റ് അഫേഴ്സിനും സ്പെഷ്യൽ സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആണ്, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.